അടുത്തൊരു ഗറില്ല യുദ്ധക്കാരൻ വന്നിരിക്കുന്നു. മുസ്ലിങ്ങൾക്കെതിരെ ഗറില്ല യുദ്ധം നടത്തണം. രണ്ട് കാര്യങ്ങളാണ് എനിക്കിനകത്ത് പറയാനുള്ളത്. ഈ ചില നിരപരാധികളായ ആളുകൾ അല്ലെങ്കിൽ ആ ഭാവത്തിൽ ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതിന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്ത് പറ്റി, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്ത് പറ്റി, ഞങ്ങൾ വല്ലതും ചെയ്യുന്നോ? ഇതൊക്കെ വെറുതെ കോൺഗ്രസ്സുകാരും CPMകാരും പറഞ്ഞുണ്ടാക്കുന്നതല്ലേ, മുസ്ലിങ്ങൾക്കെല്ലാം സർവ്വം സുഖമല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് നമ്മുടെ കാസായും കരിമ്പുംകാലയും ചില സംഘീ പിതാക്കന്മാരുമല്ല. പക്ഷേ ഇപ്പോൾ അവർ പറയാൻ തുടങ്ങി, ഈ കുഴിച്ചെടുത്ത സ്ഥലത്തുനിന്ന് മൃതദേഹം എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് കളയുന്നെന്ന് അവരും പറയാൻ തുടങ്ങി. അവരും റോഡിലിറങ്ങി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അന്യമത വിരോധം, ന്യൂനപക്ഷ വിരോധം, ന്യൂനപക്ഷ വിദ്വേഷം അത് നിങ്ങളുടെ വർഗ്ഗഗുണമാണ് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻറ്റ് ഗറില്ല യുദ്ധമാണ്. ദേ ഒരു ഗറില്ല യുദ്ധക്കാരൻ വന്നിരിക്കുന്നു. കേട്ടോളൂ ഗറില്ല യുദ്ധം. कुछ लोगों को एक्शन पे वीडियो होता है, कुछ लोग बोलते हैं भाई साहब मैं पेन से काम करता हूँ, कुछ लोग बोलते हैं भाई साहब मैं सोशल मीडिया के माध्यम से काम करता हूँ. होता है ना, यहाँ पर सभी ग्रुप है, एक्शन वाला भी है, पेन वाला भी है, सोशल मीडिया वाला भी है. तो जिसको यानी जो जिहादी जिस भाषा में समझना चाहता है उस भाषा में उसको समझाना बहुत जरूरी है. और मैं कुछ ऐसे भी कार्यकर्ताओं को चाहूंगा, जैसे प्रकाश जी आप ठीक है अभी तो पूरे सब लोग सुन रही है, मुझे कुछ ऐसे कार्यकर्ताओं के नेम आप दीजिए जो एकदम गुरिल्ला युद्ध की तरह पर युद्ध करना चाहते हैं. जैसे ये हाथ से काम होगा ये हाथ को पता नहीं चलेगा. ऐसे कुछ सीक्रेट कार्यकर्ता जो सीक्रेटली काम कर सकते हैं, अगर ऐसे भी कार्यकर्ता कुछ है तो हमसे संपर्क करें. समझदार कोई शरारत क्योंकि राज्य करने का जाएगा मेरी तरफ से कि भारत में जहाँ जहाँ पासपोर्ट लगता नहीं है, जहाँ हमारी गाड़ी जा सकती है तो जगह बता हम लाएंगे. सब्ज भाई और बाकी भाई हमारे गए तो किसी काम से उन्होंने बोला है कि भैया को नाम बोलने को ज्यादा कर मिलेंगे. और अब तो भैया ऐसा हो गया है कि वो लोग झगड़ने का काम करें और पुलिस ചച്ചാ പുച്ചാന്നൊക്കെ അവൻ പറയുക. ഗൊറില്ല യുദ്ധം നടത്തും, മുസ്ലിങ്ങൾക്കെതിരെ ഗൊറില്ല യുദ്ധം നടത്താൻ ആൾ വേണം. ഇത് ആരെ പേടിപ്പിക്കുവാടാ പോയി. അതായത് ഈ ഭൂമിയിലെ ജീവിതം ക്ഷണികമാണെന്നും പരലോക ജീവിതം ഉറപ്പായും ഉള്ളതാണെന്നും മരണശേഷം ഒരു ലോകമുണ്ടെന്നും സ്വർഗവും നരകവും ഉണ്ടെന്നും യാതൊരു ആശങ്കയ്ക്കും വകയില്ലാതെ വ്യക്തമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് അങ്ങനെ ജീവിക്കുന്നൊരു സമുദായമാണ് മുസ്ലിം സമുദായം. അതുകൊണ്ട് ഇതിനകത്ത് കൊന്നും ഗറില്ല യുദ്ധം എന്നൊക്കെ പറഞ്ഞാലൊന്നും ആർക്കും പേടിയാവുമൊന്നുമില്ല. മനസ്സിലായില്ലേ? നിൻ്റെ കൂട്ടിങ്ങനെ ഇതൊക്കെ ഇട്ട് നല്ല സുഖമായിട്ട് ഏതെങ്കിലും അടച്ചിരിക്കുന്ന മുറി 10 പേരെ വിളിച്ചിരുത്തി ഇതുപോലെ കുറേ കൊണവണ പറച്ചിലല്ലാതെ നേർക്ക് നേരെ ഇതൊക്കെ വിശ്വസിക്കുന്നവരാ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അറിയാവോ, ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവത്തിൻ്റെ അറ്റം ചുണ്ട് അത് കണ്ടിച്ചങ്ങ് കൊണ്ടുപോകും. കണ്ടിച്ചുകൊണ്ട് പോകുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുക, എന്നിട്ട് പേടിക്കത്തോരാ. നിനക്ക് അവിടെ ഒരു കൊതു കുത്തിയാൽ എന്തൊരു പേടിയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഉമ്മോന്നും പറഞ്ഞ് കരയത്തില്ലേ? ഇതൊരു പേടിയില്ലാതെ ഒന്ന് ആലോചിച്ച് നോക്ക്. വാപ്പായും ഉമ്മായുടെ പിടിച്ചു കൊടുക്കും, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, ഇതങ്ങ് കണ്ടിച്ചുകൊണ്ട് പോകും. അങ്ങനെ കണ്ടുപോയിട്ട് പോലും പേടിയുള്ളവരല്ല രണ്ടാമത്തത്. പിന്നെ മൂന്നാമത് നീ കുറില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഇതൊക്കെ നടത്തി പരിചയമുള്ള ആ വംശത്തിൻ്റെയും വർഗത്തിൻ്റെയും രക്തമാണ് മുസ്ലിം സമുദായത്തിലൂടെ ശരീരത്തിലൂടെ ഓടുന്നത്. ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞു നോക്ക്, ബ്രിട്ടനിൽ പോയി ഓടും അവന്മാർ. പിന്നെ ഉടങ്ങും എന്താ പറയുന്നത്, പുല്ലും കളിക്കത്തില്ല പൂടയും കളിക്കത്തില്ല, വെച്ചോടിക്കളയും. പണ്ട് പോയതാ. പക്ഷേ എന്തുവാ, പിന്നെ ഈ ഗൊറില്ല യുദ്ധ ചരിത്രത്തിൽ നോക്കുമ്പോൾ പിന്നെ 5-6 പേരാണ് ഉള്ളത്. ഒന്ന് ഞങ്ങളുടെ പഴശ്ശിരാജ, പുള്ളിയുടെ ഗൊറില്ല യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കപ്പം പിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തർക്കത്തിൽ അവസാനം മോതിരം വിഴുങ്ങിയോ മറ്റോ ആണ് മരിച്ചത്. ഈ അടുത്ത സമയത്തെങ്ങാണ്ടാണ് ബോർഡ് എടുത്ത് കളഞ്ഞത്. മോതിരം വിഴുങ്ങിയിട്ട് മാറ്റിയിട്ട് ധീര രക്തസാക്ഷിയും ധീരദേശാഭിമാനിയാക്കി. പിന്നെ നമ്മുടെ MD വാസുദേവൻ നായരും മമ്മൂട്ടിയെ കൊണ്ട് അഭിനയിപ്പിച്ച് വേറൊരു പഴശ്ശിരാജായെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ചരിത്രത്തിലെ പഴശ്ശിരാജായും ഗൊറില്ല യുദ്ധക്കാരുടെ കഥയൊക്കെ എവനൊന്ന് അയച്ചു കൊടുക്കണം ആരെങ്കിലും, ഇംഗ്ലീഷിലോ തെലുങ്ക് ഭാഷയിലോ ഒക്കെ എഴുതി. അപ്പോൾ അതുകൊണ്ട് ഇതെവിടെങ്കിലും ഇരുന്ന് ഇതുപോലെ കുറച്ച് കോമാളികളെ ചുറ്റിനും ഇരുത്തി ഇതുപോലെ പറഞ്ഞ് സൂയിക്കാനേ ഒക്കത്തുള്ളൂ. ഇതിറങ്ങി അങ്ങോട്ട് ചിരണ്ടാൻ തുടങ്ങുമ്പോഴാണ് വിവരം അറിയുന്നത്. കണ്ടില്ലേ, ബോംബും റോക്കറ്റും ലോകത്തുള്ളവർ മൊത്തവും കൂടെ അടിച്ചിട്ട് അവിടെ വിട്ടു പോവും, അങ്ങ് എടുത്തുകൊണ്ട് പോവും. ട്രംപ് വിലയ്ക്ക് വാങ്ങിക്കും, എന്നിട്ട് ഫലസ്തീനെ പുള്ളിക്ക് സംബന്ധം കിട്ടിയ സ്ഥലമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലതും മാറിയോ? കുറേ ആളുകൾ മരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ആ മരിക്കുമ്പോഴും ആ കരയുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ മയ്യത്തുകൾ കബറടക്കുന്നത്. കണ്ടിട്ടുണ്ടോ? നിനക്കൊന്ന് അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് ഓടാവോ? 2 അടി കിട്ടി വേദനിക്കുമ്പോൾ കിടന്ന് പൊളയുന്നേ അറിയാവോ? ഗൊറില്ല യുദ്ധം. പോയെവിടെങ്കിലും സാമ്പാറും ഇഡ്ഡലിയും കൂടെ തിന്നേ ചേമ്പക്കം വിട്ടേച്ച് കിടന്ന് ഉറങ്ങടേ ഇറുക്കുക.